അഭിഷേകം ചെയ്തിട്ടല്ല സിംഹം കാട്ടിലെ രാജാവാകുന്നത്. അതുപോലെയാണ് ഹിന്ദുവും. ആരും പറഞ്ഞു തരേണ്ടതില്ല ഹിന്ദുവിനോട് നീ ഹിന്ദുവാണ് എന്നുള്ളത്. ഹിന്ദു കേസരിയാണ്, ഹിന്ദു സിംഹമാണ്, ഹിന്ദുവിന് അറിയാം ഉണരാൻ. പക്ഷേ ഇടയ്ക്ക് മാത്രമേ ഉണരുള്ളൂ. വല്ലവരും ആക്രമിക്കണം നമ്മുടെ ക്ഷേത്രങ്ങളെ. കഴിഞ്ഞ ദിവസം മലബാർ ദേവസ്വത്തിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രം, ഒരു വലിയൊരു കോടതി വിധിയുണ്ടായി. ക്ഷേത്രത്തിന്റെ ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്ന സംഘാടകർക്ക് തന്നെ നൽകണം എന്നുള്ള വിധി. അതിന് കാരണം എന്താണെന്നറിയാമോ? ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു കെട്ടിടത്തിൽ പച്ചയും വെള്ളയും അടിച്ച് അതിനെ ഒരു മതേതര പള്ളിയുടെ രൂപത്തിലാക്കി. അപ്പോഴാണ് ഹിന്ദുക്കൾക്ക് അയ്യോ എൻ്റെ ക്ഷേത്രം നഷ്ടപ്പെടുമല്ലോ എന്ന് ഓർത്ത് പോയി കേസ് കൊടുത്തതും ഇങ്ങനെ ഒരു വിധി സമ്പാദിച്ചതും. നമ്മൾ അടി വരാനായിട്ട് കാത്തു നിൽക്കണ്ട, എണീക്കാനായിട്ട്. എത്തിച്ചേർന്നിട്ടുള്ള ചുരുക്കം പേരാണെങ്കിലും എല്ലാവർക്കും എൻ്റെ വിനയപുരസ്സരമുള്ള നമസ്കാരം. ശ്രീകൃഷ്ണ വിനായക ക്ഷേത്രം. ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ ജഗദ്ഗുരു, വിനായക ഭഗവാൻ നമുക്ക് സിദ്ധിയും ബുദ്ധിയും നൽകുന്ന ജഗദ്ഗുരു. രണ്ടുപേരുടെയും കൂടി യോജിച്ചിട്ടുള്ള ഈ പേര് തന്നെ, ഇവിടെ ഇങ്ങനെയൊരു ക്ഷേത്രം ഉയരാൻ കാരണമായത് തന്നെ ഈ നാടിന് വലിയ രീതിയിലുള്ള ശ്രേയസ്സും പ്രേയസ്സും ഉണ്ടാകുമെന്ന് ഭഗവാൻ നിശ്ചയിച്ചത് കൊണ്ട് മാത്രമാണ്. ഞാനിവിടെ എത്തിയതും നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്തിയതും ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായതും നമ്മൾ ആരും വിചാരിച്ചിട്ടല്ല. ഇത് ഭഗവാന്റെ നിയോഗമാണ്, ഭഗവാൻ തോന്നിപ്പിച്ചത് കൊണ്ടാണ്. ഭാഗവതം വായിക്കുന്നവർക്കും നാരായണീയം വായിക്കുന്നവർക്കും ഒരുപക്ഷെ അത് മനസ്സിലാവും. ഭഗവാന്റെ വൃന്ദാവന ഗമന വർണ്ണനം എന്നുള്ള ഒരു അധ്യായമുണ്ട് നാരായണീയത്തിൽ. അതിൽ വ്യക്തമായിട്ട് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് തിരുമേനി പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ഇത്ര ദൂരത്തിൽ വൃന്ദാവനം എന്നൊരു സ്ഥലമുണ്ട്, അവിടേക്ക് പോകണമെന്ന് ഉപനന്ദൻ എന്ന പേരായിട്ടുള്ള ഒരു ഗോപകുമാരന്റെ മനസ്സിൽ ഞാൻ തോന്നിപ്പിച്ചു, ഭഗവാൻ തോന്നിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. തത്രോപനന്ദാഭിത ഗോപഭര്യ ജഗത് ഭവത് പ്രേരണയൈവ നൂനം എന്ന് നാരായണീയത്തിൽ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ശൂന്യമായിട്ടുള്ള ഇരിപ്പിടങ്ങളിലെല്ലാം ഞാൻ ഉറച്ചു പറയുകയാണ്, ഏതാനും വർഷങ്ങൾക്കകം ഈ ക്ഷേത്രം മഹാക്ഷേത്രമായി മാറിത്തീരുകയും ഇവിടെ നമുക്കാർക്കും നിന്ന് തിരിയാൻ സാധിക്കാത്ത വിധം വലിയ ജനപ്രവാഹം ഉണ്ടാകുകയും ചെയ്യും. എന്തുകൊണ്ട് ഞാനിത് പറയുന്നു? അത് ഭഗവാൻ തോന്നിപ്പിച്ചത് കൊണ്ടാണ് പറയുന്നത്. അതിനും കാരണമുണ്ട്. ഭക്തന്റെ വാക്കുകൾ ഭഗവാൻ സത്യമാക്കും എന്നുള്ളത് ഭഗവാന്റെ വാക്കാണ്. സത്യം വിദാതും നിജഭൃത്യഭാഷിതം എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. എൻ്റെ ഭക്തന്റെ വാക്കുകൾ ഞാൻ സത്യമാക്കും. എന്തുകൊണ്ടാണ് എനിക്ക് ഇത് പറയാൻ തോന്നിയത്? ഭഗവാൻ തോന്നിപ്പിച്ചത് കൊണ്ട് തന്നെയാണ്. കാരണം ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം ഈ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. അത് ഭഗവാൻ വിളിക്കുന്നത് പോലെ തന്നെയാണ് എനിക്കിവിടെ എത്തേണ്ടി വന്നത്. ഇതുവരെ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടില്ല. ഇവിടെ വന്ന് കാണുമ്പോൾ ഞാൻ കണ്ടത് ഇപ്പൊ കാണുന്ന ഈ ക്ഷേത്രം മാത്രമല്ല. ഉറച്ചു പറയുകയാണ്, ഈ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഭക്തർ ഭഗവാന് വേണ്ടി സമർപ്പിക്കും. ഇതിൽ സംശയമില്ല. അത് ഉറപ്പിച്ച് നിങ്ങൾക്ക് ഇന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇത് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇത് സത്യമാകുമ്പോൾ ഈ വാക്കുകൾ എടുത്ത് പിന്നീട് നിങ്ങൾക്ക് പ്രദർശിപ്പിക്കാം. കാരണം അതുണ്ടാകും. കാരണം ഈ ലോകത്തിൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യത്തെ നമ്മൾ ക്ഷണിച്ചു വരുത്തി അതിനെ കാണാൻ പറ്റുന്ന, ഉൾക്കൊള്ളാൻ പറ്റുന്ന, കൺസീവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ പ്രതിഷ്ഠിക്കുന്ന ഒരിടമാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ നമ്മൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ശക്തിയെയാണ്. ആ ശക്തിയാണ് ഇവിടെ ഇരിക്കുന്നത്. ആ ശക്തി വെറുതെ ഒന്നും അങ്ങനെ വന്നിരിക്കില്ല. ഒരാളുടെ മനസ്സിൽ, ഒരൊറ്റ വ്യക്തിയുടെ മനസ്സിലായിരിക്കും ആ ശക്തിക്ക് ഇവിടെ എത്തണം എന്ന തോന്നലുണ്ടാവുക. ആ ശക്തി എത്തുന്നത് ആ ഒരു തോന്നലിൽ നിന്നാണ്. നമ്മുടെ മനസ്സിലെല്ലാം നമ്മൾ വീട് വെക്കണം എന്നുള്ള ആഗ്രഹമാണ് ആദ്യം വരുന്നത്, അല്ലെ? പിന്നെയാണത് ആ സങ്കല്പം പിന്നെ സത്യമായി മാറുന്നത്, ഒരു രൂപമായിട്ട് മാറുന്നത് പിന്നീടാണ്. അതുപോലെ ആ തോന്നലാണ് ആദ്യം ഇവിടെ ഉണ്ടാകുന്നത്. ആ സങ്കല്പം വരുന്നത് ഭഗവാനിൽ നിന്നാണ്. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ഈ ശക്തിക്ക് ചില തീരുമാനങ്ങളുണ്ട്. അത് ഈ നാടിന് ശ്രേയസ് ഉണ്ടാക്കാൻ അദ്ദേഹം വന്നിരിക്കുന്നതാണ്. അദ്ദേഹം എന്ന് സത്യത്തിൽ നമുക്ക് പരാമർശിക്കേണ്ടി വരുന്നത് ഇത്രയും വലിയൊരു ശക്തിയെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, അറിവില്ലാത്ത മനുഷ്യര് എന്നെ
ഒരു മനുഷ്യനായിട്ട് കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. അവജാനന്തി മാമൂട മാനുഷീം തനുമാശ്രിതം എന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ്? പരംഭാവമജാനന്ദോ മമഭൂത മഹേശ്വരം. അതായത് അറിവില്ലാത്ത വ്യക്തികള് എന്നെ ഒരു മനുഷ്യനായിട്ട് കാണുന്നുണ്ട്, പക്ഷെ എൻ്റെ ഭാവം ആരും അറിയുന്നില്ല. ആ ഭാവം എന്താണ്? മമഭൂത മഹേശ്വരം. ഞാൻ ഓരോ സൃഷ്ടികളിലുമുണ്ട്, ഓരോ ജീവിയിലുമുള്ളത് ഞാൻ തന്നെയാകുന്നു. അതുകൊണ്ടാണ് നമ്മളിൽ ഓരോരുത്തരിലുമുള്ള തോന്നലുകള് ഭഗവാനിൽ നിന്നുള്ളതാണ് എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നത്. ഈ നാടിന് ഐശ്വര്യം വരണമെന്ന് എന്തുകൊണ്ട് ഭഗവാന് തോന്നി? ഞാൻ ഉറപ്പിച്ചു പറയാം, ഇതൊരു ഗ്രാമമാണ്. ഇവിടെ ജീവിക്കുന്നവരെല്ലാവരും നിഷ്കളങ്കരാണ്. ഓരോ വ്യക്തികളും അത്രയും ശുദ്ധരും ഭക്തരുമായിട്ടുള്ള വ്യക്തികളായതുകൊണ്ടാണ് ആ മഹാശക്തിക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആ ഏതെങ്കിലും ഒരു ഭൂതം എന്ന് പറയുന്ന, ഞാൻ ഭവിച്ചിട്ടുള്ള എല്ലാത്തിലും ഉണ്ട് എന്ന് പറയുന്ന ആ ശക്തിയിൽ മനസ്സിൽ തോന്നാൻ ഉള്ള കാരണമായത്. അതുകൊണ്ട് തന്നെ ഇന്ന് കാണുന്നതല്ല ഈ ക്ഷേത്രമാകാൻ പോകുന്നത്. ഇവിടെ മഹാക്ഷേത്രമായിട്ട് കുളമടക്കം എല്ലാം ഉണ്ടാകും എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. കാരണം ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വിഗ്രഹം ഞാൻ അടുത്ത ഒരു ക്ഷേത്രങ്ങളിലും കണ്ടിട്ടില്ല. ആ ക്ഷേത്ര വിഗ്രഹത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിനു മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ സാധാരണ പ്രയോഗിക്കാറുള്ള അഴകളവുകൾ എന്നൊക്കെ പറയാറുണ്ട് സ്ത്രീകളെ കുറിച്ചിട്ടൊക്കെ. ഇവിടെ വന്നപ്പോൾ വിഗ്രഹത്തിന്റെ അഴകളവ് കണ്ടിട്ട് ഞാൻ സത്യത്തിൽ അന്തം വിട്ടു നിന്നുപോയി കുറച്ചു നേരത്തേക്ക്. എന്താണെന്നറിയില്ല, അതിന് അവിടെ നിൽക്കുമ്പോൾ ഗുരുവായൂരപ്പ നീ തന്നെയാണല്ലേ ഇതെന്ന് തോന്നിപ്പോയി. എവിടെയോ ഇരിക്കുന്ന ഗുരുവായൂരപ്പനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആർക്കോ തോന്നിപ്പിച്ചതുപോലെയാണ്. എവിടെയോ ഇരിക്കുകയല്ല, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ഗുരുവായൂരപ്പനെ തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആർക്കോ തോന്നിയത് കൊണ്ടാണ് ഭഗവാൻ ഇവിടെ വന്നത്. എനിക്ക് എല്ലാ പ്രിയപ്പെട്ടവരോടും പറയാനുള്ളത്, നമ്മുടെ ത്രിസന്ധ്യകൾ മഹാലക്ഷ്മി വീട്ടിലെത്തുന്ന സമയമായിട്ടാണ് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നത്, അല്ലേ? നമ്മൾ അങ്ങനെയാണ് കരുതിയിട്ട് വിളക്ക് കൊളുത്തി ആ വീട്ടിലേക്ക് മഹാലക്ഷ്മി വരണം എന്ന് ആഗ്രഹിക്കുന്നത്. ഇവിടെ കുറച്ചു മുമ്പ് മഹത് വ്യക്തികളായിട്ടുള്ള നമ്മുടെ നാരി ശക്തികൾ വന്നിരുന്നിട്ട് വേദം മുഴുവനുമാണ് പാരായണം ചെയ്തത്, അല്ലേ? അതിന്റെ ശക്തി നമുക്കറിയാം. ഈ ക്ഷേത്രത്തിന് എത്രത്തോളം ശക്തി കിട്ടും, മനുഷ്യർക്ക് എത്രത്തോളം ശക്തി കിട്ടും. ഭക്തി സൂക്തവും പുരുഷ സൂക്തവും അടക്കം അവർ പാരായണം ചെയ്തു. നമ്മുടെ ജീവിതത്തിലെ സമ്പൽ സമൃദ്ധിയും സർവ്വ സൗഭാഗ്യങ്ങളും തടസ്സങ്ങൾ നീക്കാനുമാണ് നമ്മൾ ഭാഗ്യസൂക്തമൊക്കെ പാരായണം ചെയ്യുന്നത്, അല്ലേ? ഇതേ ശക്തി, ഈ ശബ്ദത്തിന് ഇത്രയും ശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ ത്രിസന്ധിക്ക് സീരിയലുകളിൽ അപശബ്ദം കേൾക്കുമ്പോൾ അവിടെ എന്തുമാത്രം ദുശക്തി ഉണ്ടാകും എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം 5 മുതൽ 7 വരെയുള്ള സമയം സനാതന സമയമായിട്ട് സനാതന ധർമ്മത്തിനു വേണ്ടി ഈ ഗ്രാമത്തിലുള്ളവർ മാറ്റിവെക്കണമെന്നും, നമ്മൾ ക്ഷണിച്ചു വരുത്തിയ പ്രപഞ്ചശക്തിയെ കാണാൻ ആ സമയത്ത് ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ എത്തുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സകല സൗഭാഗ്യങ്ങളും ഈ നാടിനും ഈ നാട്ടിലുള്ളവർക്കും ഉണ്ടാകും, സംശയമില്ല. കാരണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്നതിൽ ഏറ്റവും അധികം പങ്ക് വഹിക്കുന്നത് ടെമ്പിൾ ഇക്കോണമിയാണ്. അതായത് ക്ഷേത്രങ്ങളിൽ വന്നു ചേരുന്ന വരുമാനം ഏകദേശം എസ്റ്റിമേറ്റഡ് എമൗണ്ട് പറയുന്നത് 70 ബില്യൺ രൂപയാണ് പറയുന്നത്. അപ്പോൾ ഈ നാട്ടിൽ ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ജാതി മതസ്ഥരോ ആയിക്കോട്ടെ അവർക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് തൊഴാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കണം. കാരണം ഇന്ന് വേറൊരു വിശ്വാസത്തിലോട്ട് മാറിയെങ്കിലും അവരെല്ലാം നമ്മുടെ കുടുംബക്കാർ തന്നെയാണ്. ഞാനിപ്പോ ഏതെങ്കിലും ഒരു വീട്ടിലോട്ട് മാറി താമസിച്ചിട്ട് ഞാൻ മറ്റൊരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു തത്വശാസ്ത്രവുമായിട്ട് ഞാൻ ഇടതനാണ് വലതനാണ് എന്ന് പറഞ്ഞ് മാറി നിന്നാലും എൻ്റെ കുടുംബം മാറുന്നില്ല. മാറുന്നുണ്ടോ? ഇല്ല. അതുപോലെ ഒരു അച്ഛനും അമ്മയ്ക്കും പിറന്ന ഒരേ സംസ്കാരത്തിൽ പിറന്ന ഹൈന്ദവ DNA, ഹൈന്ദവ ജനിതകമുള്ളവരാണ് ഈ ഭാരതത്തിലുള്ള ഓരോരുത്തരും. ഉത്തരം യത് സമുദ്രസ്യ ഹിമാദ്രൈശ്ചൈവ ദക്ഷിണം തം വർഷം ഭാരതം നാമ ഭാരതീ എത്ര സന്തതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമുദ്രത്തിന് തെക്കും ഹിമാലയത്തിന് തെക്കുമായിട്ട് കിടക്കുന്ന ഈ ഭൂപ്രദേശത്തെ ഭാരതം എന്നാണ് വിളിക്കുന്നത്. ആ ഭാരതത്തിൽ ജീവിക്കുന്നത് ഭരതന്റെ പിൻഗാമികളാണ്. അതുകൊണ്ട് ആരുടെയും DNA, ആരുടെയും ജനിതകം ഇവിടുന്ന് മാറുന്നില്ല. അവരെല്ലാം നമ്മുടെ തന്നെ അംശങ്ങളാണ്, നമ്മുടെ തന്നെ സഹോദരങ്ങളാണ്. മുൻപ് ഹിന്ദുവായിരുന്നവരും ഇന്ന് ഹിന്ദുവായിരിക്കുന്നവരും മാത്രമേ ഇവിടെ ഉള്ളൂ, അല്ലാതെ മറ്റാരും പുതുതായിട്ട് ഇവിടെ വന്നിട്ടില്ല.
അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും ഈ ക്ഷേത്രത്തിലേക്ക് കുളിച്ച് ആചാരപ്രകാരം വിശ്വാസങ്ങൾ പാലിച്ചുകൊണ്ട് വരാനുള്ള സാഹചര്യം ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് മെമ്പേഴ്സ് ആയിട്ടുള്ളവര് എല്ലാ ഭാരവാഹികളും ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം അവരന്യരായിട്ട് അവർക്ക് തോന്നാൻ പാടില്ല. ഈ ക്ഷേത്രം, ഇവിടെ ഇരിക്കുന്ന ഈശ്വരൻ ഇവിടെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ വന്നിട്ടുള്ളതാണ്. നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന ദേവതകൾക്കൊരു പ്രാധാന്യമുണ്ട്, പ്രത്യേകതയുണ്ട്. അവര് ഇന്ന വിശ്വാസികളെ മാത്രം അനുഗ്രഹിക്കൂ എന്ന് പറയാറില്ല. എല്ലാവർക്കും വാരിക്കോരി അനുഗ്രഹം കൊടുക്കും. എന്നെ വിശ്വസിച്ചാൽ മാത്രമേ അനുഗ്രഹിക്കൂ എന്ന് പറയുന്ന ഒരൊറ്റ ദേവതകൾ പോലും നമുക്കില്ല. അതല്ലേ യഥാർത്ഥ മതേതരത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്ഷേത്രങ്ങളാണ് ഏറ്റവും വലിയ മതേതര സ്ഥാനങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് ടെമ്പിൾ എക്കോണമി കൊണ്ട് നമുക്ക് ഈ നാടിനെ നന്നാക്കാൻ സാധിക്കുക എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളത്. ഈ ത്രിസന്ധ്യ നേരത്തെ 2 മണിക്കൂർ 5 തൊട്ട് 7 വരെയുള്ള സമയം നിങ്ങൾ ഓരോരുത്തരും ഈ ക്ഷേത്രത്തിലെത്തി ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കൂ. നമ്മുടെ ജീവിതം നമ്മൾ നോക്കി നിൽക്കുമ്പോൾ മാറും. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ആ ഭഗവാൻ നമ്മളൊന്നും പറയാതെ തന്നെ നടത്തിത്തരും. എങ്ങനെയാണ്? നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടൊരു വ്യക്തി എത്തിക്കഴിഞ്ഞാൽ ഭിക്ഷക്കാരനാണെങ്കിൽ പോലും നമുക്ക് അവരോടൊരു പ്രത്യേക മമത ഉണ്ടാവാറുണ്ടല്ലേ? അതാണ് ബന്ധം അല്ലേ? ഒരു പേഴ്സണൽ ബന്ധം, വ്യക്തിബന്ധം എന്ന് പറയുന്നല്ലോ. ഈ ക്ഷേത്രത്തിൽ എന്നും നമ്മൾ അഭയാർത്ഥികളായിട്ടോ ആർത്തന്മാരായിട്ടോ ഭക്തന്മാരായിട്ടോ ഒക്കെ എത്താം. നമ്മുടെ മാതാപിതാക്കളോട് പറയുന്നത് പോലെ നമ്മുടെ എന്താ വിഷമം ഉള്ളതെന്ന് വെച്ചാൽ വന്ന് ഭഗവാനോട് പറയാം. എന്നിട്ട് അല്പനേരം ഈ ക്ഷേത്രത്തിൻ്റെ സേവനത്തിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും നിയോഗിക്കണം. അത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം ഈ മഹാക്ഷേത്രമായി വരുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുമാണ് ആ ഭഗവാന് ശക്തി കൊടുക്കുന്നവരായിട്ട് മാറുന്നത്. അർച്ചകസ്യ പ്രഭാവേന ശിലാഭവതി ശങ്കര എന്നാണ്. എങ്ങനെയാണ് ഒരു ക്ഷേത്രം ശക്തി പ്രാപിക്കുക? അവിടെ എത്തുന്ന ജനങ്ങളുടെ അർച്ചന കൊണ്ടാണ്, അല്ലേ? അല്ലാതെ ആ ഭഗവാൻ എവിടുന്നാണ് ഈ ശക്തി വരുന്നത്? നമ്മുടെ അർച്ചനകളാണ് ഭഗവാന് ശക്തി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആ ഭഗവാനെ ഇവിടെ ഇരുത്തിയിട്ട് ഇവിടെ എത്താതിരിക്കുന്നവർക്ക് എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചങ്ങോട്ട് എന്തെങ്കിലും ഒരു ഫലം ലഭിക്കുക? അതുകൊണ്ട് നമ്മുടെ നാടിലേക്ക് എത്തിയ ബാലരാമപുരം അല്ലേ, നമുക്കറിയാം റോയലാണ്, രാജാക്കന്മാർക്ക് നെയ്ത്ത് നടത്തിയിരുന്ന ഒരു കേന്ദ്രമാണ്. അത്രയും ബഹുമാനപൂർവം രാജകലയോട് കൂടിയിട്ടുള്ള ഒരു ഗ്രാമമാണിത്. ഇവിടെയുള്ളവർ ആ പാരമ്പര്യത്തിൽ നിന്ന് മാറാതെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഈ ക്ഷേത്രത്തിനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു കഷ്ണം ചക്കയാണ് കിട്ടി. ഇവിടെ ഒരു ഭക്ത കൊണ്ട് സമർപ്പിച്ചു എന്ന് പറഞ്ഞ് ഭഗവാന്റെ മുമ്പിൽ നമ്മുടെ ഫലങ്ങൾ നമുക്ക് എന്താണോ ഉള്ളത്, ഇവിടെ ഇപ്പൊ റബ്ബറുകൾ കാണുന്നുണ്ട്, അപ്പൊ ആ റബ്ബറിന്റെ പാല് പോലും അതാണ് നമുക്കുള്ളതെങ്കിൽ ഒരു ചിരട്ട അതെങ്കിലും കൊണ്ട് സമർപ്പിച്ചാൽ ആ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. നമുക്കറിയാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആദ്യത്തെ നിവേദ്യം ചിരട്ടയിൽ വെച്ചിരിക്കുന്ന മാങ്ങയാണ് അല്ലേ? എന്തുകൊണ്ടാണ്? ഭക്തൻ എന്താണോ സങ്കല്പിച്ച് നൽകുന്നത് അത് ഭഗവാന് പൂർണ്ണ സ്വീകാര്യമാണ്. അതുപോലെ നമ്മുടെ വീട്ടിൽ ഇതൊരു കാർഷിക ഗ്രാമം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു 10 വെണ്ടയ്ക്കയാണോ കിട്ടുന്നതെങ്കിൽ അതിൽ 2 എണ്ണം കൊണ്ടുവന്ന് ഈ നടയിലൊന്ന് വെക്കുക, അത് തന്നെ നമുക്ക് ഇരട്ടിയായിട്ട് തരും, മൾട്ടിപ്ലൈ ചെയ്ത് തരും. അതാണ് ഭഗവത് സങ്കല്പം എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും. അതാണ് ക്ഷേത്രം എന്ന് പറയുന്ന സങ്കല്പം. ഇവിടെ പ്രതിബിംബിക്കുകയാണ് ചെയ്യുന്നത്. ബിംബം എന്ന് പറഞ്ഞാൽ പ്രതിബിംബമാണ് ഉണ്ടാവുന്നത്. നമ്മുടെ എന്താണോ നമ്മുടെ മനസ്സിലുള്ളത് അത് ഇങ്ങോട്ട് തിരിച്ചു പ്രതിബിംബിക്കും. ആ പ്രതിബിംബിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ വിഷമങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് കരയാതെ എത്തുക. കാരണം ചിരിച്ചുകൊണ്ടാണ് ഭഗവാൻ ജീവിച്ചത്, ശ്രീകൃഷ്ണ ഭഗവാൻ. വിനായക സ്വാമിയും എപ്പോഴും ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? അദ്ദേഹത്തിൻ്റെ പത്നിമാരായിട്ട് വിശേഷിപ്പിക്കുന്നത് സിദ്ധിയെയും ബുദ്ധിയെയുമാണ്. അതുകൊണ്ട് നമ്മൾ അവിടെയും സിദ്ധിയും ബുദ്ധിയും നമുക്ക് കൈവരണമെങ്കിൽ ആ ഭഗവാന്റെ മുമ്പിൽ ചെന്നിട്ട് എനിക്ക് തരൂ എന്ന് പറയണം. ദുഃഖങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ആ ദുഃഖങ്ങൾ കരയാതെ വന്ന് പറയണം. കാരണം ഓർക്കുക, പ്രതിബിംബിക്കും. ദുഃഖം പ്രതിബിംബിപ്പിക്കരുത് നമ്മൾ തിരിച്ചിങ്ങോട്ട്. നമ്മൾ സന്തോഷം, നമ്മുടെ ജീവിതത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത സന്തോഷങ്ങളുണ്ട്, നമുക്ക് ദുഃഖങ്ങളും ഉണ്ടാവും. പക്ഷെ ദുഃഖം മാത്രമേ നമ്മൾ ഓർത്തിരിക്കാറുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഈ സന്തോഷങ്ങൾ നമ്മൾ ഓർത്തെടുക്കാത്തത്. അതേസമയം ഭഗവാന്റെ ഒരു സ്വരൂപം എന്താണ്? സന്തോഷം മാത്രം ഓർക്കുന്നതാണ് ഭഗവാൻ അല്ലേ? നമ്മളെപ്പോഴും സച്ചിത്ത് ആനന്ദം, എപ്പോഴും ആനന്ദ സ്വരൂപനാണ് ഭഗവാൻ. നമ്മുടെ ജീവിതത്തിൽ ഇവിടെ വരുമ്പോൾ നിങ്ങൾ പ്രതിബിംബിപ്പിക്കേണ്ടത് ഭഗവാനെ നീ എനിക്ക് ഇത്ര അനുഗ്രഹങ്ങൾ തന്നു,
ഇതെല്ലാം ഞാൻ എണ്ണി എണ്ണി നിന്നോട് പറയാണ്. എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ, അതൊന്ന് മാറ്റിത്തരണേ എന്ന് കരയാതെ വന്ന് പറയുക. ഒരിക്കലും ഭഗവാന്റെ മുമ്പിൽ ഭക്തിയിൽ നിന്ന് ഉയരുന്ന കണ്ണുനീരല്ലാതെ ദുഃഖത്തിൽ നിന്ന് ഉയരുന്ന കണ്ണുനീര് വരാൻ പാടില്ല. കാരണം നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഇതും കൊണ്ടാണ് പോണേ. ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിൽ ഇതാണ് സംഭവിക്കുന്നത്. കാരണം വൈകുന്നേരങ്ങളിൽ ഇതുപോലെ വേദമന്ത്രങ്ങൾ കേൾക്കേണ്ട സമയത്ത് നമ്മൾ കേൾക്കുന്നത് മരുമകളെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഉടിലകളായിട്ടുള്ള സ്ത്രീകളെയാണ് നമ്മുടെ മുമ്പിൽ ചിത്രീകരിപ്പിക്കുന്നത്. ആരാണിത് മുഴുവനും കാണുന്നത്? വലിയ വട്ടപ്പൊട്ട് തൊട്ട് ചന്ദനക്കുറിയിട്ട ഹൈന്ദവ സ്ത്രീകളെ മാത്രമേ നിങ്ങൾക്ക് ഇത്തരം പൈശാചിക രൂപങ്ങളെ പോലെ അവതരിപ്പിച്ച് കാണാൻ സാധിക്കൂ. മറ്റേതെങ്കിലും മതങ്ങളിലുള്ള ഒരു സ്ത്രീകളെയും ഈ രീതിയിൽ വിശേഷിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് അറിയാമോ? ഇത് ഹൈന്ദവ ബിംബങ്ങളെ മനഃപൂർവ്വം തകർക്കുവാനുള്ള ഗൂഢലക്ഷ്യത്തിന്റെ ഭാഗമാണ്. ഹൈന്ദവ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിന് മതബോധമില്ല. ഇവിടെ എന്നോട് ആവശ്യപ്പെട്ട മതപ്രഭാഷണമാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം എടുത്തു പറയുന്നത്. മതബോധമില്ല എന്നൊരു തോന്നലുണ്ട്. ആ തോന്നൽ ആരാണ് തിരുത്തി കൊടുക്കേണ്ടത്? നമ്മളാണ്. എപ്പോഴാണോ ഹൈന്ദവ സ്ത്രീകളെ നല്ല രീതിയിൽ ചിത്രീകരിക്കുന്നത് അപ്പോഴും മാത്രമേ നമ്മൾ സീരിയൽ കാണൂ ഹിന്ദു സ്ത്രീകളെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരിത് ചെയ്യില്ല. ഇത് നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്നുള്ളത് പ്രിയപ്പെട്ട അമ്മയും സഹോദരിമാരും മനസ്സിലാക്കി അത് കാണുന്നത് ബഹിഷ്കരിക്കുക. എപ്പോഴാണോ അവർ നമ്മുടെ മൂല്യങ്ങളെ പ്രചരിപ്പിക്കുന്ന രീതിയിൽ നല്ല സംസ്കാരമുള്ള ഒരു കുടുംബത്തെ മാതൃകയാക്കി കാണിക്കുന്നത് അപ്പോൾ മാത്രമേ നമ്മൾ സീരിയൽ കാണാവൂ. നമ്മുടെ ത്രിസന്ധ്യ നേരത്ത് അപശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വമാണ് ഇത്തരത്തിലുള്ള പ്രൈം ടൈം സീരിയലുകൾ പടച്ചുവിടുന്നത്. ആ സമയം ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ വന്ന് ഒരു സ്ത്രീ ആ ഭഗവാനെ പൂജിച്ച് മോക്ഷം നേടി അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നേടി പോകേണ്ട സമയമാണ് അവരിതിന് ഉപയോഗിക്കുന്നത്. കണ്ടുകൊള്ളൂ, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നല്ലത് അവർ കാണിക്കുന്നത് വരെ കാണരുത്. കാരണം ഇത് നമ്മളെ അബോധപൂർവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. നമ്മളെ പറ്റിക്കുന്നവരാരെങ്കിലും നേരെ ചൊവ്വേ നമ്മളോട് മുന്നോട്ട് വന്നിട്ട് ഞാൻ നിങ്ങളെ പറ്റിക്കാൻ പോവുകയാണെന്ന് പറയുമോ? ഇല്ല. അവരെപ്പോഴും ബോധപൂർവം മാത്രമേ നമ്മളെ പറ്റിക്കാറുള്ളൂ. നമ്മൾ അറിയാറില്ല. ഒരു പറ്റൊക്കെ പറ്റിക്കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അയ്യോ ഞാൻ പറ്റിക്കപ്പെട്ടു എന്ന്. ഇത് തന്നെയാണ് ഹിന്ദു സമൂഹത്തിനോട് ചില ദുഷ്ടശക്തികളും ചെയ്യുന്നത്. നമ്മുടെ ഇത്രയും മനോഹരമായിട്ട് വേദമന്ത്രങ്ങൾ പറയുന്ന അമ്മമാരാണ് ഇവിടെ വന്നത്. എത്ര ഭംഗിയായിട്ടാണ് അവർ ചൊല്ലുന്നത്. ഈ ഓരോ സ്ത്രീകളും കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു. സ്ത്രീകളെ, ഹൗസ് വൈഫിനെ, വീട്ടമ്മമാരെ രാഷ്ട്ര നിർമ്മാതാക്കൾ എന്നാണ് വിളിച്ചിരിക്കുന്നത്, നേഷൻ ബിൽഡേഴ്സ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന എന്താണ്? നമ്മുടെ വീടുകളിലെ കുഞ്ഞു മക്കളെ സംസ്കാരം പഠിപ്പിച്ച് അവരെ നല്ല മക്കളായിട്ട് വളർത്തി സമൂഹത്തിന് കൊടുക്കുകയാണ്. നമ്മളല്ലേ ഈ രാഷ്ട്ര നിർമ്മാണം നടത്തുന്നവര്? അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഭഗവാൻ ഏൽപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? നമ്മളെയാണ്. അപ്പോൾ ആ സ്ത്രീകൾ ഭഗവാനോട് തിരിച്ച് റിപ്പോർട്ട് ചെയ്യണ്ടേ? ഭഗവാനെ, നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഞാനിതാ ഭംഗിയായിട്ട് ചെയ്യുന്നു. എൻ്റെ വീട്ടിലെ സംസ്കാരം ഹിന്ദു ധർമ്മത്തിൽ ഊന്നിയതാകുമെന്ന് ഞാനിതാ നിന്റെ മുമ്പിൽ വന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. അതിനായിട്ട് എനിക്ക് ഏറ്റവും അടുത്ത ഒരു ക്ഷേത്രം, നീ വന്നിരിക്കുന്നിടത്ത് ഞാൻ ആ സമയത്ത് വന്നിരിക്കും, പ്രാർത്ഥിക്കും. നിനക്ക് ഈ ക്ഷേത്രത്തിന് വേണ്ട സേവനം ഞാൻ ചെയ്ത് കാണിക്കും. എൻ്റെ മക്കൾ നാളെ അത് കണ്ട് അതുപോലെ ആവർത്തിക്കും. ഇങ്ങനെയല്ലേ നമ്മൾ സംസ്കാരം പകരുന്നത് നമ്മുടെ കുട്ടികൾക്ക്? നമ്മളുടെ മക്കളെ നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ടുപോയത് കൊണ്ടല്ലേ അവരും അവരുടെ പിറന്നാളുകൾക്കും അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങൾക്കും അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങുമ്പോഴും അവർ ക്ഷേത്രത്തിൽ എത്തുന്നത്? നമ്മൾ ആ സംസ്കാരം പകർന്നു കൊടുത്തത് കൊണ്ടാണ്. കഴിഞ്ഞ തവണ ഒരു മുൻ മന്ത്രി, ഹിന്ദുവായിട്ടുള്ള ഒരു മന്ത്രി പറഞ്ഞിരിക്കുന്നു ഹിന്ദുക്കൾക്ക് മതബോധമില്ല, അവരെ അതാരും പഠിപ്പിക്കുന്നില്ല എന്ന്. അതിന് ഞാനൊരു മറുപടി കൊടുത്തിരുന്നു. ഈ കേരളത്തിൽ എന്നല്ല, ഈ ഭൂമിയിൽ തന്നെ ഏറ്റവും കൂടുതൽ മതബോധമുള്ളത് ഹിന്ദുക്കൾ മാത്രമാണ്. കാരണം ജനിച്ച് വീഴുമ്പം മുതൽ നമ്മൾ എത്ര ആചാരങ്ങളാണ്, ഷോഡശ കർമ്മങ്ങൾ. നമ്മൾ മരിച്ച അവസാനം സംസ്കാരം ഇല്ലാത്ത ഒരാളെ തിരിച്ചയക്കുമ്പോൾ സംസ്കരിച്ചിട്ടാണ് അയക്കുന്നത്. അപ്പോഴും മന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴും സകല മന്ത്രങ്ങളും പറഞ്ഞാണ് അദ്ദേഹം കേട്ടിട്ടില്ലെങ്കിൽ പോലും അത് ആ അബോധ മനസ്സിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോശത്തിൽ എത്തും എന്ന സങ്കല്പത്തിൽ നമ്മൾ സംസ്കരിപ്പിച്ചിട്ടാണ് അയക്കുന്നത്. എത്ര ചടങ്ങുകളാണുള്ളത്. അവിടെയും നമ്മൾ ഈശ്വര സങ്കല്പം, ആ
മരിച്ചുപോയ ആത്മാവിനെ പോലും പറയിപ്പിച്ചിട്ടാണ് വിടുന്നത്. ഈ ഷോഡശ സംസ്കാരങ്ങളിൽ ജീവിക്കുന്ന ഹിന്ദുവിനേക്കാളും വലിയ മതബോധം മറ്റാർക്കുമില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ആത്മാഭിമാനം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ മറ്റുള്ളവരെക്കാളും ഉയർന്നതാണ്. മറ്റുള്ളവർ ഒരു ദിവസമാണ് അവരുടെ മതസ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലോ പോകുന്നതെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മൾ ക്ഷേത്രത്തിൽ പോകാറുണ്ട്. എല്ലാ ജാതി വിഭാഗങ്ങളും എല്ലാ ക്ഷേത്രങ്ങളിലും പോകാറുണ്ട്. നമുക്ക് എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ഒന്നാകാനുള്ള ആഹ്വാനം നമ്മൾ ഏറ്റെടുത്ത് ഹിന്ദുവായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരിക്കലും ഒരു ഹിന്ദുവും ഒരു ക്ഷേത്രത്തിൽ നിന്നും മാറി നിൽക്കരുത്. കാരണം നമ്മൾ ഇന്ന് പൂജിക്കുന്ന ദേവതാ സങ്കല്പം എന്ന് പറയുമ്പോൾ വിചാരിക്കും വല്ല ഭാവനയാണോ? അല്ല, നന്നായി കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് സങ്കല്പത്തിൻ്റെ അർത്ഥം. ആ ദേവതാ സങ്കല്പങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയക്കാരായിരുന്നു. ആരാണ് രാഷ്ട്രീയക്കാരല്ലാതെ ഉള്ളത്? ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരക ഭരിച്ച രാജാവായിരുന്നു, അല്ലേ? ശ്രീരാമ ഭഗവാൻ നമ്മൾ ഇന്ന് കാണുന്ന വികസിത് ഭാരതം എന്ന് പറയുന്ന സങ്കല്പമുണ്ടായ രാമരാജ്യം എന്ന സങ്കല്പം ഉണ്ടാക്കിയ രാഷ്ട്രീയക്കാരനായിരുന്നു, അല്ലെ? എല്ലാവരും തന്നെ ഭരണത്തിലിരുന്നവർ ക്ഷത്രിയരായിരുന്നു, രാജധർമ്മം നിറവേറ്റിയിരുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ഹിന്ദുവും രാഷ്ട്രീയ ഹിന്ദുവായി മാറേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് രാഷ്ട്രീയം ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കില്ല. നമ്മുടെ ക്ഷേത്ര ഇക്കോണമി അല്ലെങ്കിൽ ടെമ്പിൾ ഇക്കോണമിയിൽ നിന്നുണ്ടാകുന്ന 70 ബില്യൺ വരുന്ന രൂപ അത് ഹിന്ദുവിന് ഉപകരിക്കുന്ന രീതിയിലാക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഓരോ ക്ഷേത്രവും ആ നാടിന് സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്ന രീതിയിൽ വളരുന്ന രൂപത്തിലാകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും അവിടെ എത്തണം. അതിന് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എന്ത് പ്രവർത്തനവും നിങ്ങൾക്ക് ചെയ്യാം. ക്ഷേത്രത്തിലെ പൂജയ്ക്ക് ആവശ്യമുള്ള പുഷ്പങ്ങൾ കൃഷി ചെയ്യാം, ഇവിടെ പ്രസാദത്തിന് ആവശ്യമുള്ള അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൃഷി ചെയ്യാം. ശുദ്ധമായ, ഞാൻ എല്ലാവരോടും ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരോട് പറയുകയാണ്, കേരളത്തിന് മാതൃകയായിട്ടുള്ള ഒരു ക്ഷേത്രമായി ഇതിനെ നിങ്ങൾ മാറ്റിയെടുക്കണം. കേരളത്തിലെ ക്ഷേത്രത്തിലെ എൻ്റെ ആദ്യത്തെ പ്രഭാഷണമാണ്, മറ്റു പലയിടങ്ങളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ക്ഷേത്രത്തിനോട് വല്ലാത്ത ബന്ധമുണ്ട്. അത് മാത്രമല്ല, ഞാനിവിടെ വന്ന് ഭഗവാനെ കണ്ട നിമിഷം മുതൽ എനിക്കിത് വെറുമൊരു ക്ഷേത്രമല്ല, മഹാക്ഷേത്രമാകാൻ പോകുന്നു എന്നുള്ള തോന്നൽ അപ്പം മുതൽ തന്നെ ഉണ്ടായി. അത്ഭുതമെന്ന് പറയട്ടെ, ഇതിന് പുറകിലുള്ള ഭാഗങ്ങൾ ഇതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം അത് മറ്റുള്ളവരുടെയൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടികളായിരിക്കാം. പക്ഷേ മറ്റൊരു ദർശനം പോലെ ഭഗവാൻ അത് കാണിച്ചു തന്നു. അത് സത്യമാകും എന്നുള്ളത് എനിക്ക് ഉറച്ച വിശ്വാസവുമുണ്ട്. അതിന് പ്രാപ്തരായിട്ടുള്ളവരാണ് ഈ നാട്ടിലെ നിഷ്കളങ്കരായിട്ടുള്ള ഗ്രാമീണ ജനത. ഏറ്റവും പ്രകൃതിയുമായിട്ട് അടുത്ത് നിൽക്കുന്നവർക്കാണ് ഏറ്റവും ഈശ്വരൻ അടുത്ത് നിൽക്കുന്നത്. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഹേതു നാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ എന്നാണ് പറയുന്നത്. എൻ്റെ അധ്യക്ഷതയിലാണ് ഈ പ്രകൃതി ചരിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? ഞാനാണ് എന്നാണ് പറയുന്നത് ഭഗവാൻ. അപ്പോൾ ഈ പ്രകൃതിയെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും മാറും, എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാവും. രാജാക്കന്മാർക്കുണ്ട്, സാധാരണക്കാർക്കുണ്ട്, ദരിദ്രർക്കുണ്ട്, ധനികർക്കുണ്ട്, എല്ലാവരുടെയും വീട്ടിൽ മരണവും രോഗവും ദുഃഖവും പ്രശ്നങ്ങളും പാരവെപ്പും എല്ലാം ഉണ്ടാവാറുണ്ട്. പക്ഷേ ആ പ്രകൃതിയെ മനസ്സിലാക്കുമ്പോൾ ഇത് നമ്മളെ ബാധിക്കില്ല. ഇവിടെയാണ് ഭഗവാനെ ഉപാസിക്കുന്നവര് ഈ ഒരു തലത്തിലേക്ക് എത്താൻ ഭഗവാൻ ആഹ്വാനം ചെയ്യുന്നത്. എന്താണ് പ്രകൃതി? എല്ലാം ഭഗവാനാണെന്ന് പറയുകയാണെങ്കിൽ രാജസവും താമസികവും സാത്വികവുമായിട്ടുള്ള എല്ലാ സ്വഭാവവും ഭഗവാനാണെങ്കിൽ അതിനെ മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നമേ നമുക്കുള്ളൂ, അല്ലേ? നമ്മൾ സാധാരണ പറയാറുണ്ട്, എൻ്റെ കൂടെ അടുത്ത് നടന്നവരാണ് എന്നെ ചതിച്ചത്. പിന്നെ അടുത്ത് നടന്നവർക്കല്ലാതെ നമ്മളെ മനസ്സിലാവൂ? നമ്മുടെ പ്രകൃതി ഏറ്റവും മനസ്സിലാക്കുന്ന ആരാണ്? ചേർന്നിരിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് എനിക്ക് വിഷമം ഉണ്ടാക്കിയെന്ന് പറയണതിൽ വല്ല അർത്ഥമുണ്ടോ? കാര്യം ഈ സിംഹത്തിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന മാനിനെയാണ് അത് ആക്രമിക്കുക, അല്ലേ? അപ്പോൾ പ്രകൃതിയുടെ സ്വഭാവം എന്താണ്? പ്രെഡേറ്ററിയാണ്, വേട്ടയാടലാണ് പ്രകൃതിയുടെ സ്വഭാവം. ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളും അങ്ങനെയാണ് അതിജീവിക്കുന്നത്. ഒരു മാനിനെ സിംഹം പിടിച്ചു കഴിക്കുന്നു, അല്ലേ? സിംഹത്തിനെ പ്രത്യേകിച്ച് ആരും ഉപദ്രവിക്കുന്നില്ല, കാരണം അത് ഇച്ചിരി ശക്തിയുള്ള കൂട്ടത്തിലാണ്. അതുപോലെ ശക്തരാകുമ്പോൾ, നമ്മൾ പ്രകൃതിയെ മനസ്സിലാക്കുമ്പോൾ ആക്രമണങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി കിട്ടും. അതുകൊണ്ടാണ് ഈ പ്രകൃതിയെ നമ്മൾ മനസ്സിലാക്കണമെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ ആവർത്തിച്ച് പറയുന്നത് നമ്മളോട്.
അപ്പോൾ ഈ പ്രകൃതിയെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ വിഷയങ്ങളിലെ ദുഃഖമെല്ലാം മാറ്റി നമ്മുടെ എത്ര സമയം നമ്മൾ ലാഭിക്കുമെന്നറിയോ? മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം നമുക്കില്ല. നമ്മൾ എന്തിനാ മറ്റൊരു വ്യക്തിക്ക് നമ്മുടെ തലയിൽ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ സ്ഥാനം കൊടുക്കുന്നത്? ആ സമയം കൂടെ നമ്മൾ നമ്മളെപ്പറ്റി ചിന്തിച്ചാൽ നമുക്ക് ശ്രേയസ്കരമായിട്ടുള്ള എത്രയോ കാര്യങ്ങൾ നമ്മൾ ചെയ്യും, അല്ലേ? അപ്പോൾ നമ്മുടെ സമയം എന്ന് പറയുന്നത്, ഭഗവതി ദേവിയെ നമ്മൾ എന്താണ് പറയുന്നത്? സമയാചാര തൽപരയെന്ന്. ഒരു ആചാരക്രമങ്ങളിൽ ഒന്നാണ് സമയം, പക്ഷെ അതിന് മറ്റൊരു അർത്ഥവും കൂടിയുണ്ട്. ദേവി സത്യത്തിൽ ടൈം ബൗണ്ട് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ദേവിയുടെ മുമ്പിൽ കൃത്യമാണെല്ലാം. ദേവിക്കും സമയം പാലിക്കുന്നവരോട് വലിയ ഇഷ്ടമാണ്, അല്ലേ? നമ്മൾ എപ്പോഴും നമ്മുടെ സമയമാണ് നമ്മുടെ പണമാക്കി നമ്മൾ മാറ്റുന്നത്, അല്ലേ? ടൈം ഈസ് മണി എന്നാണ് പറയുന്നത്. നമ്മുടെ സമയം നമ്മൾ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ എപ്പോഴാണ് ഇത്ര സമയം ഞാൻ ജോലി, എൻ്റെ എംപ്ലോയർക്ക്, എനിക്ക് ജോലി തന്ന വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്നത് എന്താണ്? നമ്മുടെ സമയമാണ്. അതിന് തിരിച്ചു കിട്ടുന്നത് എന്താണ്? പണമാണ്. അപ്പോൾ സമയമാണ് പണം. ഈ സമയമാണ് പ്രകൃതിയെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഈ സമയത്തെ മനസ്സിലാക്കിയാലുള്ള നേട്ടം എന്താണ്? നമ്മൾ പലരെയും കുറിച്ചിട്ട് അനാവശ്യമായിട്ട് ചിന്തിച്ച് ദുഃഖിക്കുന്ന സമയം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്ഷേത്രത്തിലെത്തി ഇവിടെ ഭഗവാന് വേണ്ടി സേവനം ചെയ്ത് അത് പണമാക്കി മാറ്റി ഈ നാടിനെ തന്നെ മാറ്റിമറിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടും. ഏറ്റവും ചെറുതെന്ന് നമ്മൾ കരുതുന്ന ഈ 2 മണിക്കൂർ കൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ശ്രീകൃഷ്ണ വിനായക ക്ഷേത്രം മാത്രമല്ല, ഏതാനും വർഷങ്ങൾക്കകം നമ്മൾ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ശ്രീകൃഷ്ണ വിനായക ആശുപത്രികളും കല്യാണ മണ്ഡപങ്ങളും സ്കൂളുകളും അടക്കം സകലതും ഉണ്ടാക്കുമെന്ന് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതുണ്ടാകും. അതിനാകെ വേണ്ടത് ഓരോ ദിവസവും ത്രിസന്ധ്യയ്ക്ക് നിങ്ങൾ നൽകുന്ന 2 മണിക്കൂർ മതി. സാധിക്കുമോ എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് മറുപടി പറയാം. പറ്റുമോ? പറ്റും. അതിനെന്ത് ചെയ്യണം? ഓരോ വീടുകളിലും നമ്മൾ ഒരു ചെറിയ കുടുക്കയില്ലേ, സാധാരണ മൺകുടുക്ക, വളരെ വില കുറഞ്ഞത് മതി. അതിന് സ്പോൺസേഴ്സിനെ കണ്ടെത്തണം. ഈ ഗ്രാമത്തിലെ ഇതിന് ചില മതങ്ങളുടെ ഇടയിൽ ഒരു പ്രത്യേക പേര് ഉപയോഗിക്കാറുണ്ട്, ഇടവക എന്നൊക്കെ. അതുപോലെ ഇത് ശ്രീകൃഷ്ണ വിനായക വക ഗ്രാമമാക്കി നമ്മൾ മാറ്റും. എന്നിട്ട് ഇവിടെ ഓരോ വീടുകളിലും ഓരോ കുടുക്ക കൊണ്ട് കൊടുക്കും. അതിൽ ഒരു ദിവസം 1 രൂപ ഇടിയിപ്പിക്കും. അത് ഭഗവാനെ സങ്കല്പിച്ച് അവർ തന്നെ ഓരോ മാസവും വ്യാഴാഴ്ച ദിവസം ഇവിടെ കൊണ്ട് സമർപ്പിക്കണം. അതാണ് നമ്മളുടെ ടെമ്പിൾ ഇക്കോണമിയുടെ അടിസ്ഥാനമായിട്ടുള്ള വളർച്ചയ്ക്ക് ആവശ്യം. സമയമുള്ളവരുടെ സമയം, പണമുള്ളവരുടെ പണം, അതുപോലെ സാമൂഹിക ബന്ധങ്ങളുള്ളവരുടെ സാമൂഹിക ശക്തി, മാനസിക ശക്തിയുള്ളവരുടെ മാനസിക ശക്തി, അറിവുള്ളവരുടെ അറിവ്, ഇതോരോന്നും നമ്മൾ കണ്ടെത്തി ഇവിടെ വിനിയോഗിക്കണം. വിനായക സ്വാമിക്ക് ഏറ്റവും ആവശ്യം അതാണ്. നമ്മൾ ആ ശക്തിയെ അറിയണമെങ്കിൽ നമ്മൾ അതായി മാറണം. ശിവം ഭൂത്വാ ശിവം ഭജേത് എന്നാണ് പ്രമാണം. ശിവനായി മാറിയതിന് ശേഷം വേണം ശിവനെ ഭജിക്കാൻ. എങ്ങനെ മാറും നമ്മൾ? ആ ഭഗവത് സ്വരൂപത്തെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ സ്വയം അങ്ങനെ തന്നെയാകും. സ്വയമേവ മൃഗേന്ദ്രത എന്നാണ് പറയുന്നത്. സിംഹത്തിനെ ആരും കാട്ടിച്ചെന്നിട്ട് തലയിൽ ഒരു കിരീടം വെച്ചിട്ട് നീയാണ് രാജാവെന്ന് പറഞ്ഞു കൊടുക്കാറില്ല, അല്ലേ? നാഭിഷേകോന സംസ്കാരോ സിംഹസ്യ ക്രിയതേ മനഃ വിക്രമാർജിത വീര്യസ്യ സ്വയമേവ മൃഗേന്ദ്രത എന്നാണ് പറയുന്നത്. ആരും അഭിഷേകം ചെയ്തിട്ടല്ല സിംഹം കാട്ടിലെ രാജാവാകുന്നത്. അതുപോലെയാണ് ഹിന്ദുവും. ആരും പറഞ്ഞു തരേണ്ടതില്ല ഹിന്ദുവിനോട് നീ ഹിന്ദുവാണ് എന്നുള്ളത്. ഹിന്ദു കേസരിയാണ്, ഹിന്ദു സിംഹമാണ്. ഹിന്ദുവിന് അറിയാം ഉണരാൻ. പക്ഷേ ഇടയ്ക്ക് മാത്രമേ ഉണരുള്ളൂ. വല്ലവരും ആക്രമിക്കണം നമ്മുടെ ക്ഷേത്രങ്ങളെ. കഴിഞ്ഞ ദിവസം മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രം, ഒരു വലിയൊരു കോടതി വിധിയുണ്ടായി. ക്ഷേത്രത്തിൻ്റെ ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്ന സംഘാടകർക്ക് തന്നെ നൽകണം എന്നുള്ള വിധി. അതിന് കാരണം എന്താണെന്നറിയാമോ? ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു കെട്ടിടത്തിൽ പച്ചയും വെള്ളയും അടിച്ച് അതിനെ ഒരു മതേതര പള്ളിയുടെ രൂപത്തിലാക്കി. അപ്പോഴാണ് ഹിന്ദുക്കൾക്ക് അയ്യോ എൻ്റെ ക്ഷേത്രം നഷ്ടപ്പെടുമല്ലോ എന്ന് ഓർത്ത് പോയി കേസ് കൊടുത്തതും ഇങ്ങനെ ഒരു വിധി സമ്പാദിച്ചതും. നമ്മൾ അടി വരാനായിട്ട് കാത്തു നിൽക്കണ്ട, എണീക്കാനായിട്ട്. നമ്മൾ കർമ്മനിരതരാകണം എപ്പോഴും. നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ രാത്രി വരെ നമ്മുടെ വീടുകളിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നില്ലേ? ആ കൂട്ടത്തിൽ എന്തുകൊണ്ട് എൻ്റെ സ്വധർമ്മത്തിന് വേണ്ടി മാറ്റിവെച്ചുകൂടാ?
ഭഗവാൻ തന്നെ പറയുന്നത് എന്താണ്? സ്വൽപ്പമൽപസ്യ കർമ്മസ്യ, അല്ലെ, ധർമ്മസ്യ. കുറച്ച് ധർമ്മം മതി, നിങ്ങൾ കുറച്ച് പഠിച്ചാൽ മതി. ഒരുപാട് ഇവിടെ ഞാൻ ഈ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇവിടെ ട്രസ്റ്റിൻ്റെ ആരോ ആണെന്ന് തോന്നുന്നു, അദ്ദേഹം വളരെ ചെറിയ കീർത്തനങ്ങൾ, വൃന്ദാവനത്തിൽ നിന്ന് പോയതെന്തേ കണ്ണ എന്നുള്ള പാട്ട്, അതൊക്കെയാണ് വേണ്ടത് നമുക്ക്, അല്ലേ? വലിയ വേദമന്ത്രങ്ങളൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇത്രയും മനസ്സ് ഉരുകി ഇങ്ങനെ ഭഗവാന്റെ ആ രൂപം ഓർക്കുന്ന രീതിയിലുള്ള കീർത്തനങ്ങൾ പാടിക്കൊടുത്താൽ മതി. അതിന് കഴിവുള്ള എത്ര അമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട് നമ്മുടെ ഇടയിൽ. അവർക്ക് അങ്ങനെ പാടാൻ കഴിവുള്ളവർക്ക് ഇവിടെ വന്നിരുന്ന് അതൊന്ന് പാടാം, അല്ലേ? ആ ഭക്തർക്ക് അത് കേൾക്കുമ്പോൾ എത്ര സന്തോഷമായിരിക്കും, നമ്മുടെ ഉള്ളിലെ ഭക്തിയോട് കൂടിയിട്ട് അത് പാടിക്കൊടുക്കുമ്പോൾ. അതുപോലെ സ്വധർമ്മേ നിധനം ശ്രേയം പരധർമ്മോ ഭയാവഹ എങ്കിലും സ്വൽപ്പം അല്പസ്യ ധർമ്മസ്യ ത്രായതേ മഹദോ ഭയാത്. ഇച്ചിരി മതി, നിങ്ങൾ കുറച്ച് പഠിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഭയങ്ങളും മാറിക്കിട്ടും. നമ്മുടെ ധർമ്മം നമ്മൾ വ്യക്തമായി കൃത്യമായി നല്ല രീതിയിൽ അനുഷ്ഠിക്കുക. വേറൊരാളുടെ ധർമ്മം പോയി അനുഷ്ഠിച്ചാൽ ഒരിക്കലും അത് നല്ലതായി വരില്ല, അത് ഭയമുണ്ടാക്കുന്നതാണ്. കാരണം ഞാൻ ഇന്ന് വരെ ജീവിച്ച സംസ്കാരത്തിൽ നിന്ന് ഞാൻ നാളെ പറയുകയാണ്, ഞാൻ ഇനി കഞ്ഞിയൊന്നും കുടിക്കില്ല, കഞ്ഞിയും പയറും ഒക്കെ ഇനി കൊള്ളത്തില്ല, ഞാൻ എന്നും മന്തി മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം അവർക്ക് തന്നെ തോന്നും, അല്ലേ, എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, എന്തോ ഒന്ന് മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നും. അപ്പം നമ്മുടെ ശീലങ്ങളിൽ നിന്ന് നമുക്ക് അങ്ങനെ മാറാനൊക്കില്ല. ദുശീലങ്ങളിൽ നിന്ന് മാറണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ദുശീലങ്ങൾ മാറ്റണം. പക്ഷേ നമ്മുടെ സംസ്കാരം നമ്മളിൽ പ്രകൃതി ഉണ്ടാക്കി തന്നിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. സാത്മീയ ഭക്ഷണം കഴിക്കണം, ആ കാലഘട്ടത്തിന് ചേരുന്ന ഭക്ഷണം കഴിക്കണം, നമ്മുടെ ശരീരവുമായിട്ട് ചേരുന്ന പ്രാദേശിക ഭക്ഷണം കഴിക്കണം. അതുപോലെ ഈ നാടിനെ നമുക്ക് അത്തരത്തിലുള്ള ഒരു മാതൃകാ ഗ്രാമമായിട്ട്, ശ്രീകൃഷ്ണ വിനായകൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രാമമായിട്ട് മാറ്റുവാൻ സാധിക്കട്ടെ. സമയം അതിക്രമിച്ചുവോ എന്ന് എനിക്കറിയില്ല, തിരുമ്പ ഒന്ന് പറയണം കേട്ടോ വരുമ്പോൾ. അത്തരത്തിലാക്കി മാറ്റാൻ നിങ്ങളെ കൊണ്ട് ഓരോരുത്തർക്കും എന്ത് സേവനം ചെയ്യാൻ കഴിയും എന്നാണ് ഭഗവത് സന്നിധിയിൽ വെച്ച് ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. എല്ലാവർക്കും ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല, പക്ഷെ ഒരുമിച്ച് ചെയ്യാൻ സാധിക്കും. കുറച്ച് സ്ത്രീകൾ ഈ ത്രിസന്ധ്യ നേരത്ത് ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ സേവനത്തിന് വേണ്ടി ഇറങ്ങുകയാണ്, കൂടെയുള്ളവരൊന്ന് വരുമോ എന്ന് ചോദിച്ചിട്ട് സൗകര്യമുള്ളവരെയും കൂടെ കൂട്ടി ഓരോ ദിവസവും ഓരോ ഗ്രൂപ്പുകളായിട്ട് ഇവിടെ എത്തുക. ഓരോ വീട്ടിലും ഈ കാണിക്ക കൊടുക്കാനായിട്ട് പോകുന്ന സേവനങ്ങൾക്ക് ഒരുമിച്ച് ആരും നിങ്ങളോട് പറയാൻ പാടില്ല, ഞാൻ ഈ ക്ഷേത്രത്തിൽ എൻ്റെ ഗ്രാമത്തിൽ എത്തിയിരിക്കുന്ന ഭഗവാനാണ്, എൻ്റെ ഗ്രാമത്തിൽ വന്ന് എനിക്ക് ക്ഷേമമുണ്ടാക്കാൻ വേണ്ടി, എന്നെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ക്ഷയാത്രായതേ ഇതി ക്ഷേത്രഃ. ക്ഷേത്രത്തിൽ നിന്ന് മനുഷ്യരെ ത്രാണനം ചെയ്യിപ്പിക്കുന്നതാണ് ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രത്തിൽ അതിനെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ് എന്ന് സ്വയം തോന്നിക്കൊണ്ട് ഓരോരുത്തരും ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടാകും. ഈ ക്ഷേത്രം കൊണ്ട് തന്നെ ഈ ഗ്രാമം അറിയപ്പെടും. ബാലരാമപുരത്തിനടുത്തൊരു സ്ഥലത്ത് നിന്ന് ഒരു ഹോട്ടൽ ചെയിൻ അറിയപ്പെടുന്നുണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ പേരിൽ. അതൊരു മാംസം കച്ചവടം ചെയ്യുന്ന ഒരു കറിയുടെ പേരിലാണ്. അത് കുറ്റമാണെന്നല്ല പറയുന്നത്, നല്ലതാണ്, അഭിമാനം തന്നെയാണ്. ഹിന്ദുക്കളിൽ 90% മത്സ്യമാംസാദികൾ കഴിക്കുന്നവർ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് ആ ഹിന്ദുക്കൾക്ക് മത്സ്യമാംസ കച്ചവടത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല എന്നതാണ് എന്നെ ദുഃഖിപ്പിക്കുന്ന കാര്യം. അത് അങ്ങനെ ഒരു മാംസത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ശ്രീകൃഷ്ണൻ്റെ പേരിട്ടാണെങ്കിലും ആ കച്ചവടം ചെയ്യുന്നുണ്ടല്ലോ എന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കച്ചവടങ്ങളിലേക്ക് ഇറങ്ങുക. ഈവൻ ഒരു മത്സ്യ സ്റ്റാൻഡാണ് നിങ്ങൾ തുടങ്ങുന്നതെങ്കിലും അതും ശ്രീകൃഷ്ണ വിനായകൻ്റെ പേരിൽ തുടങ്ങിയാൽ എന്താണ് പ്രശ്നം? കാരണം രാമായണത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, മരിച്ചുപോയ പിതൃക്കൾക്ക് നിങ്ങൾ എന്ത് ഭക്ഷണമാണോ കഴിക്കുന്നത് അത് തന്നെ കൊടുത്തുകൊള്ളാൻ, അല്ലേ? നമ്മളത് ചെയ്യുന്നില്ലേ? നമ്മുടെ അച്ഛനമ്മമാർക്കൊക്കെ ഒരു പക്ഷേ കോഴിയൊക്കെയാണ് ഇഷ്ടമെങ്കിലും നമ്മൾ മരിച്ച ശേഷം അത് തന്നെ കൊടുക്കാറില്ലേ? അപ്പോൾ ഭഗവാൻ അറിയാത്തതൊന്നുമല്ല ഇതൊന്നും. നമ്മളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പ്രകൃതി എല്ലാ രാക്ഷസീയ സ്വഭാവമൊക്കെ ഉള്ളതും ക്ഷത്രിയ സ്വഭാവത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും വീര്യമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് എന്ത് കച്ചവടം തുടങ്ങുന്നു എന്നുള്ളതല്ല, അത് ഹിന്ദുധർമ്മത്തിൻ്റെ പേരിൽ തന്നെ തുടങ്ങണം എന്നുള്ളതായിരിക്കണം നമ്മുടെ നിഷ്ഠ. ഇവിടെ കൃഷി വ്യാപകമാക്കണം, 1 ഇഞ്ച് ഭൂമി പോലും നഷ്ടപ്പെടുത്താതെ. ഭഗവാനാണ് പ്രകൃതി. നമുക്കറിയാം നാരായണീയത്തിൽ വിരാട് സ്വരൂപ വർണ്ണനത്തിൽ പറയുന്നുണ്ട്, ഓരോ ചെടികളും ഭഗവാന്റെ രോമങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചെടി കാണുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരിക? ഇത് ഭഗവാന്റെ ശരീരത്തിലെ രോമമാണ്. ആ ചെടി ഒന്ന് പറിക്കുമ്പോൾ നമ്മൾ പറയും, അയ്യോ ഭഗവാനെ ക്ഷമിക്കണേ, ഇത് നിന്റെ ശരീരമാണ്. ആ രൂപത്തിലാണ് നമ്മുടെ ഹൈന്ദവ ധർമ്മം. എവിടെ നോക്കിയാലും ഈശ്വരനല്ലാതെ ഒന്നുമില്ല. മറ്റൊരിടത്ത് പറയുന്ന എന്താണ്? എൻ്റെ ഈശ്വരൻ
ഈശ്വരൻ മാത്രമേ ഉള്ളൂ, മറ്റൊന്നും ഇല്ല എന്നാണ്. അപ്പോൾ അവിടെയാണോ മതേതരത്വവും വിശാല മനസ്ഥിതിയും ഒക്കെ ഉള്ളത്? അതോ ഇവിടെയാണോ? കാണുന്നതും ഒക്കെ ഈശ്വരനാണ്. കല്ലിലും മെലിയിലും പുല്ലിലും മഴയിലും എല്ലായിടത്തും നമ്മൾ ഈശ്വരനെയാണ് കാണുന്നത്. അപ്പോൾ അത്രയും മഹത്തായ ഒരു സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്, അല്ലേ? ഈ പാരമ്പര്യം എവിടെ നിന്നാണ് വരുന്നത്? സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പര, അല്ലേ? നമ്മുടെ ഗുരുപരമ്പര നമുക്ക് പകർന്നു നൽകിയിട്ടുള്ളതാണ് ഈ അറിവുകളെല്ലാം. ആ പാരമ്പര്യത്തിനോട് നമ്മൾ കടപ്പെട്ടിട്ടുണ്ട്, അല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ മാത്രം നമ്മൾ എത്ര സ്മരണയോട് കൂടിയിട്ടാണ് ബലിയിടുന്നത്, അല്ലേ? ഏത് ദിക്കീന്നും നാട്ടിലോട്ട് ഓടി എത്താറുണ്ട് എൻ്റെ പരമ്പരയെ സ്മരിക്കാൻ. ആ പരമ്പരയ്ക്ക് ഈ സംസ്കാരം നൽകിയ ഗുരുക്കന്മാരെ കൂടി, അതിലുൾപ്പെടുന്ന ഈ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ കൂടി അതുപോലെ നമ്മൾ സ്മരിക്കേണ്ടതല്ലേ? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവജാനന്തി മാം മൂഢാം മാനുഷീം തനുമാശ്രിതം എന്ന് ഭഗവാന് പറയേണ്ടി വന്നത്. എന്നെ ഇവരറിയുന്നില്ലല്ലോ, പരംഭാവം അജാനന്ദോ മമഭൂത മഹേശ്വരം, ഈ കാണുന്നവരിലൊക്കെ ഞാനുണ്ടെന്ന് ഇവരാരും അറിയണില്ലല്ലോ എന്ന് ആ ഇരിക്കുന്ന ഭഗവാന് പോലും പറയേണ്ടി വന്നത് നമ്മളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ പരമ്പരയിലുണ്ട് ഈ സംസ്കാരം. നമ്മുടെയൊക്കെ രക്തമെടുത്തിട്ട്, ഈ ഭാരതത്തിൽ പിറന്ന ഓരോ വ്യക്തിയുടെയും രക്തമെടുത്ത് DNA പരിശോധനയ്ക്ക് അയച്ചു കഴിഞ്ഞാൽ ഭാരതീയൻ എന്ന് മാത്രമേ കാണൂ. അല്ലാതെ കോൺഗ്രസ്സുകാരൻ, കമ്മ്യൂണിസ്റ്റുകാരൻ, അല്ലെങ്കിൽ അഹിന്ദു, മുസ്ലിമാണ്, ക്രിസ്ത്യൻ ആണെന്ന് ഒരിക്കലും കാണാൻ സാധിക്കില്ല. ഭാരതീയൻ മാത്രമാണ്. ആ ഭാരതീയൻ ഭരതന്റെ പിൻഗാമികളാണ്. ഈ പാരമ്പര്യത്തെ നമ്മൾ ഓർത്തുകൊണ്ട് അഭിമാനിക്കണം, അഹങ്കരിക്കരുത്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ജാതി മതസ്ഥർക്കും വരുവാനുള്ള സ്വാതന്ത്ര്യവും അവരെ വരവേൽക്കുകയും ചെയ്യണം. അവർ വരുമ്പോൾ ഇത് നിങ്ങളുടെ പാരമ്പര്യമാണ്, വരൂ എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ നമ്മൾ അവരെ സ്വീകരിക്കണം, അല്ലേ? നമ്മളൊരു വീട്ടിലോ അല്ലെങ്കിൽ ഒരു കല്യാണ സ്ഥലത്തോ പോകുമ്പോൾ നമുക്ക് എത്രത്തോളം നല്ല സ്വീകരണം തരുന്നു, അത്രത്തോളം നമുക്ക് അവരോട് ബഹുമാനവും സ്നേഹവും ആ ബന്ധം നമ്മൾ തുടർന്നു കൊണ്ടുപോകും. അതേ രീതിയിൽ തന്നെ ഈ ക്ഷേത്രത്തിൽ എത്തുന്ന ഓരോ വ്യക്തിക്കും തോന്നിപ്പിക്കേണ്ടത് ഇവിടെ ആതിഥേയരായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരുമാണ്. ഇത് നിങ്ങളുടെ ക്ഷേത്രമാണ്, എൻ്റെ നാടിൻ്റെ ക്ഷേത്രമാണ്, എൻ്റെ ഭഗവാൻ എൻ്റെ നാട്ടിൽ വന്നിരിക്കുകയാണ് എന്ന് ഓരോ നിമിഷവും നമുക്ക് തോന്നണം. നമ്മൾ ത്രിസന്ധ്യയ്ക്ക് മറ്റെന്തെങ്കിലും കാര്യം, അയ്യോ എൻ്റെ ഭഗവാൻ അവിടെ ഇരിക്കുകയാണ്, എനിക്ക് വേണ്ടി വന്നിരിക്കുകയാണ്, എൻ്റെ നാട്ടിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു മഹത് വ്യക്തി അതിഥിയായിട്ട് വന്നാൽ നമ്മൾ അതിനെ ഉപേക്ഷിച്ച് മറ്റൊരു കാര്യത്തിലേക്ക് പോകുമോ? ഇല്ല. അതേ മനോഭാവത്തോടു കൂടിയായിരിക്കണം ഇവിടെ എത്തേണ്ടത്. യഥാ ബ്രഹ്മാണ്ടം തഥാ പിണ്ഡാണ്ടം, ലൈക്ക് മാക്രോകോസം മൈക്രോകോസം. ഈ പ്രപഞ്ചശക്തിയുടെ ഒരു ചെറിയ രൂപം മാത്രമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളിലുള്ളത് അതേ പ്രകൃതി തന്നെയാണ്. പ്രകൃതിയുടെ ഒരു അംശമാണ് നമ്മൾ ഓരോരുത്തരും. ആ ഈശ്വരൻ്റെ ഒരു അംശമാണ് നമ്മൾ ഓരോരുത്തരും എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഇറങ്ങുന്ന ഓരോ നിമിഷവും സേവനം, ആ ഭഗവാൻ ഇഷ്ടപ്പെട്ട കർമ്മത്തിലേക്ക് ഇറങ്ങണം. ത്രിസന്ധ്യ നേരങ്ങളിൽ നമ്മുടെ വീടുകളിൽ അപശബ്ദം കേൾക്കില്ല എന്നുള്ള ഒരു സന്ദേശമാണ് എനിക്കിന്ന് എല്ലാവരോടും പറയാനുള്ളത്. ആ സമയം നിങ്ങൾ ഈ ക്ഷേത്രത്തിലെത്തിയാൽ അടുത്ത ആഴ്ച മുതൽ ഞാൻ പറയുകയാണ്, ഈ സീരിയലുകളുടെ രൂപം മാറും, ഭാവം മാറും എന്ന് നമ്മൾ സാധാരണ സമരങ്ങളിൽ പറയാറില്ലേ, അതുപോലെ മാറിക്കോളും. നമ്മുടെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ പിന്നെ കാണിച്ചു തുടങ്ങും, അവിടെ എത്തുന്ന സ്ത്രീകളെ കാണിച്ചു തുടങ്ങും. നമ്മൾ ആർക്കിടൈപ്പ് എന്ന് പറയും, മനഃശാസ്ത്രത്തിൽ ആർക്കിടൈപ്പുകൾ എന്നാ പറയുക. നമ്മളൊരു കാര്യത്തിനെ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ദേവതാ സ്വരൂപങ്ങളെല്ലാം ആർക്കിടൈപ്പുകളാണ്. ഭഗവാനെ പോലെ ആയി മാറണം. നമ്മൾ ഒരു കീർത്തനമുണ്ടല്ലേ, എൻ്റെ മകൻ കണ്ണനുണ്ണി കൃഷ്ണാട്ടത്തിന് പോകണം, കൃഷ്ണാട്ടത്തിന് പോയാൽ പോരാ കൃഷ്ണനായി വളരേണം. അപ്പൊ അങ്ങനെയാണ് നമ്മൾ വളർത്തുന്നത് കുഞ്ഞുങ്ങളെ. അതുപോലെ ആ ആർക്കിടൈപ്പാണ് ഭഗവാൻ, ഒരു ആർക്കിടൈപ്പാണ്, എങ്ങനെ ജീവിക്കണം എന്ന് കാണിച്ചു തന്ന ഒരു രൂപമാണ്. അതുപോലെ നമ്മൾ സീരിയലുകളിൽ ദിവസവും ഇങ്ങനെയുള്ള സ്ത്രീകളെ കാണുമ്പോൾ വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് പോലും മരുമക്കളെ പോയിട്ട് ഇങ്ങനെ ഒന്ന് പറയാൻ തോന്നും. കാരണം നമ്മുടെ തലയിൽ ഇത് തന്നെയല്ലേ ആവർത്തിക്കുന്നത്. നമ്മൾ മന്ത്രം റിപ്പീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് വരുന്നത്, അതുപോലെ ഈ ഒരു വൃത്തികെട്ട രീതിയിലുള്ള സംസാരം നമ്മളിൽ നിന്ന് വന്നു പോകും. മരുമക്കൾക്കും അത് തന്നെ തോന്നും. അങ്ങനെ നമ്മുടെ കുടുംബങ്ങളിൽ കുറച്ചാണ് സ്വസ്ഥതക്കേടെങ്കിൽ അതിനെ വർദ്ധിപ്പിച്ചു തരും ഇങ്ങനെ നമ്മൾ കാണുന്ന ആർക്കിടൈപ്പുകൾ. അതുകൊണ്ടാണ് ഇത് കാണുന്നത്, അവർ മാറ്റുന്നത് വരെ നമ്മൾ ഈ
കാണരുത് എന്നുള്ള ഒരു സന്ദേശം ഞാൻ അറിയിക്കുന്നത്. കാരണം ഇതെല്ലാം നമ്മുടെ കുടുംബങ്ങളിലാണ് വന്നു ചേരുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും വരുന്നത് ഈ സീരിയലുകളിൽ കൂടി. സ്ത്രീകളെ ക്ഷേത്രങ്ങളിൽ എത്തിക്കാൻ എന്ത് ചെയ്യണമെന്നും അവരെ സാമ്പത്തികമായി ശാക്തീകരിക്കാൻ എന്ത് ചെയ്യണമെന്നും നമ്മുടെ ഹിന്ദുക്കൾ തന്നെ സീരിയലുകൾ ഉണ്ടാക്കി കാണിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. അതും ഒരു ക്ഷേത്ര സേവനമായിട്ട് ഏറ്റെടുക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു ശ്രീകൃഷ്ണ വിനായകൻ ട്രസ്റ്റ് അതുപോലും ചെയ്യണം എന്ന് എനിക്ക് അഭ്യർത്ഥിക്കാൻ തോന്നുകയാണ്. കാര്യം അങ്ങനെയൊക്കെ നമുക്ക് കാരണം എന്ത് കാര്യത്തിന് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ക്ഷേത്ര മാർക്കറ്റിംഗ് പാടില്ലാത്തത്? നമ്മൾ ചെയ്യുന്നതെല്ലാം മാർക്കറ്റിംഗ് തന്നെയല്ലേ? നമ്മൾ നന്നായി വൃത്തിയായി ഒരുങ്ങി വരുന്നില്ലെങ്കിൽ നമ്മളെ ഏത് കോലത്തിലാണെന്ന് ആൾക്കാർക്ക് കാണുന്ന അതൊരു തരം മാർക്കറ്റിംഗ് തന്നെയാണ്. നമ്മളെ തന്നെ നമ്മൾ മാർക്കറ്റ് ചെയ്യണം. അതുപോലെ ഭഗവാൻ ഈ ക്ഷേത്രത്തിനെ മാർക്കറ്റ് ചെയ്യേണ്ട ചുമതല ഈ നാട്ടിലുള്ളവർക്കാണ്, അത് മറ്റുള്ളവർക്കല്ല. നമ്മുടെ കയ്യിലുള്ള എന്ത് കാര്യവും മറ്റുള്ളവരെ അറിയിക്കേണ്ട ചുമതല നമ്മൾക്ക് തന്നെയാണ് അല്ലേ? എനിക്ക് ഇന്നൊരു കഴിവുണ്ട്, എനിക്കൊരു അവസരം തരണമെന്ന് പറഞ്ഞു പോയി അത് അറിയിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ കഴിവ് നമുക്കേ അറിയാം. അതുപോലെ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം. നിങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ ഈ ക്ഷേത്രം ഉയർന്നു കഴിഞ്ഞാൽ ഈ നാടിനുണ്ടാകുന്ന മഹത്വത്തെക്കുറിച്ച് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തന്നെ ആ മാർക്കറ്റിങ്ങും കൂടി ഏറ്റെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അധിക നേരം ഞാൻ നിങ്ങളെ ഇനി കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് സന്തോഷം ക്ഷണിച്ചതിനും. ഇവിടെ എത്തി ഭഗവാന്റെ മുമ്പിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം, എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന് മാത്രം സമർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം, വന്ദേ മാതരം.